ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഒരു ഗാനത്തെക്കുറിച്ചാണ് ഈ ലക്കം പോഡ്കാസ്റ്റ്. ദില്ലി ദാലിയുടെ പോഡ്കാസ്റ്റുകളിൽ പതിവായി ഞാൻ ചെയ്തു പോരാറുള്ളതാണ് ചില ഗാനങ്ങളെക്കുറിച്ചുള്ള വിശേഷാൽ പോഡ്കാസ്റ്റുകൾ. നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റിൻ്റെ ശ്രോതാക്കളിൽ ബഹുഭൂരിഭാഗം പേരും കേട്ടിട്ടുള്ള ഗാനമായിരിക്കണം എം.എസ്. സുബ്ബുലക്ഷ്മി പാടി അനശ്വരമാക്കിയ കുറയൊன்றுമിல்லை മറൈമൂർത്തി കണ്ണ എന്ന തമിഴ് ഭക്തിഗാനം. ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കണം നിങ്ങളിൽ പലരും. ചിലരെങ്കിലും പല കുറി കേട്ടിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പല കുറി ഈ ഗാനം കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന ചക്രവർത്തി രാജഗോപാലാചാരി, സി രാജഗോപാലാചാരി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ രാജാജി എന്ന് ബഹുമാനപൂർവ്വം നാം എല്ലാം വിളിച്ചു പോരുന്ന ചക്രവർത്തി രാജഗോപാലാചാരി എഴുതിയ ഗാനമാണ് കുറയൊன்றுം ഇല്ലൈ മറൈമൂർത്തി കണ്ണ എന്ന ഈ പ്രശസ്തമായ ഭക്തിഗാനം. ഒരു വൈഷ്ണവ ഭക്തിഗാനമാണ് ഇത്. അചഞ്ചലമായ ഭക്തിയാണ് ഈ ഗാനത്തിൻ്റെ സവിശേഷത. എനിക്ക് യാതൊരു പരിഭവവുമില്ല, എനിക്ക് യാതൊരു പരാതിയുമില്ല, എനിക്ക് നിന്നെ കാണാനേ കഴിയുന്നില്ല, എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും എനിക്ക് കണ്ണ കൃഷ്ണ, എനിക്ക് നിന്നോട് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല എന്ന നിരുപാധികമായ ഭക്തിയാണ്, വൈഷ്ണവ ഭക്തിയാണ് രാജാജിയുടെ ഈ ഗാനത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു കല്ലിൽ ആരോപിക്കപ്പെടുന്ന ദൈവവും ആ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും എല്ലാം. ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ പോകുമ്പോൾ എത്ര ലളിതവും വിനയാന്വിതവുമാണ് ഈ രാജാജിയുടെ ഈ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാകും. നിരുപാധികമായ ഭക്തിയുടെ വിനിമയ ലോകം പ്രകാശമാനമാക്കപ്പെട്ട ഒരു ഗാനമാണിത്. ആ ഗാനത്തെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദില്ലി ദാലിയുടെ എല്ലാ പോഡ്കാസ്റ്റുകളിലും ഞാൻ ആമുഖമായി പറയാറുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 1972 സി രാജഗോപാലാചാരി അന്തരിച്ചത്. 94 വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. എന്നാൽ ഈ ഗാനം അദ്ദേഹം എഴുതിയത് 1950കളിലോ 1960കളിലോ ആയിരിക്കണം. കൃത്യമായ രേഖകൾ ലഭ്യമല്ല എന്നാണ് അദ്ദേഹം ഇത് എഴുതിയത് എന്നുള്ളത്. ഏതായാലും 1967 തമിഴ് പ്രസിദ്ധീകരണമായ കൽക്കിയിലാണ് ഈ തമിഴ് ഗാനം ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. എന്നാൽ ലോകം ഈ പാട്ടിനെക്കുറിച്ച് അറിഞ്ഞത് 1969 ഒരു LP റെക്കോർഡ് ആയിട്ട് എം.എസ്. സുബ്ബുലക്ഷ്മി ഒരു ഭക്തിഗാന ആൽബം പുറത്തിറക്കിയപ്പോൾ അതിൽ ഒരു LP റെക്കോർഡിൽ ഈ ഗാനവും കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ മഹാഗാനം വിശ്രുതമായി തീർന്നതും ഇന്നും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. എം.എസ്. സുബ്ബുലക്ഷ്മി പാടിയ ആ ഗാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്നിട്ട് ഈ പാട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ஒன்றும் இல்லை மறைமூர்த்தி கண்ணா, குறை ஒன்றும் இல்லை கண்ணா, குறையொன்றும் இல்லை கோவிந்தா, குறையொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறை ஒன்றும் இல்லை கண்ணா, குறையொன்றும் இல்லை கோவிந்தா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்ற
ഈ ഗാനം എഴുതിയത് സി രാജഗോപാലാചാരിയാണെന്നുള്ളതും ഈ ഗാനം ഏറ്റവും ആദ്യമായി പാടിയത് എം എസ് സുബ്ബുലക്ഷ്മിയാണെന്നുള്ളതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആരാണ് ഈ ഗാനത്തിന് ഈണം നൽകിയത് എന്നുള്ളതാണ് പൊതുവെ അധികം ആളുകൾ അറിയാത്ത കടയനെല്ലൂർ വെങ്കിട്ടരാമൻ എന്ന ഒരാളാണ് കുറെയൊன்றுമില്ലേ മറൈമൂർത്തി കണ്ണ എന്ന ഈ പ്രശസ്തമായ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഈ ഗാനത്തിൻ്റെ അർത്ഥം, വാഗർത്ഥം പറയുന്നത് പോലെ ഒരു പരിഭവമോ ഒരു പരാതിയോ ആരോടുമില്ലാതെ ജീവിച്ച് മരിച്ച ഒരു സംഗീതജ്ഞനായിരുന്നു കടയനെല്ലൂർ വെങ്കിട്ടരാമൻ എന്നയാൾ. അദ്ദേഹത്തിൻ്റെ ഈ ഗാന നൈപുണിയെ, സംഗീത നൈപുണിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളുകളായിരുന്നു ശമ്മൻകുടി ശ്രീനിവാസ അയ്യരെ പോലെയുള്ള മഹാഗായകൻ, എം എസ് സുബ്ബുലക്ഷ്മിയെ പോലെയുള്ള മഹാഗായികമാർ. ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ സംഗീത പരിജ്ഞാനത്തിനെ ബഹുമാനിച്ചിരുന്നതാണ്. ഈ കൽക്കി മാസികയിൽ ഈ ഗാനം പ്രസിദ്ധീകരിക്കപ്പെടുകയും ഈ ഗാനം ആലപിക്കണമെന്ന് എം എസ് സുബ്ബുലക്ഷ്മിക്ക് ആഗ്രഹം വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ശമ്മൻകുടി ശ്രീനിവാസ അയ്യറാണ് സത്യത്തിൽ എം എസ് സുബ്ബുലക്ഷ്മിയോട് പറയുന്നത് ഈ ഗാനത്തിന് സംഗീതം കൊടുക്കുവാൻ ഏറ്റവും നല്ലയാൾ കടയനെല്ലൂർ വെങ്കിട്ടരാമൻ എന്നയാളായിരിക്കും എന്ന്. അങ്ങനെയാണ് എം എസ് സുബ്ബുലക്ഷ്മി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുന്നതും. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനം രീതി എം എസ് സുബ്ബുലക്ഷ്മിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അവസാനം ഈ രാഗമാലികയായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം ശിവരഞ്ജിനി എന്ന് പറയുന്ന രാഗത്തിലാണ്. രണ്ടാം ഭാഗമാകുമ്പോഴേക്കും കാപ്പി എന്ന രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവസാന ഭാഗം കടയനെല്ലൂർ വെങ്കിട്ടരാമൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിന്ധു ഭൈരവി രാഗത്തിലാണ്. ഇത് കേട്ടതോടുകൂടി എം എസ് സുബ്ബുലക്ഷ്മിയുടെ കണ്ണു നിറയുകയും എം എസ് സുബ്ബുലക്ഷ്മി ഈ ഗാനം ആലപിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ശമ്മൻകുടി ശ്രീനിവാസ അയ്യരാണ് ഈ ഗാന സംവിധാനത്തിന് കടയനെല്ലൂർ വെങ്കിട്ടരാമനെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് എന്ന് ഈ കടയനെല്ലൂർ വെങ്കിട്ടരാമൻ അന്തരിച്ചപ്പോൾ എഴുതിയ അതിമനോഹരമായ ഒരു ആദരക്കുറിപ്പിൽ ഗൗരി രാംനാരായണൻ പറഞ്ഞിട്ടുണ്ട്. യുവഗായികമാരിൽ ശ്രദ്ധേയയായ സൂര്യ ഗായത്രി കുറെയൊன்றுമില്ലേ മറൈമൂർത്തി കണ്ണ എന്ന ഗാനം പാടിയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി നമുക്ക് കേൾക്കാം. குறையொன்றுமில்லை மறைமூர்த்தி கண்ணா, குறையொன்றுமில்லை கண்ணா, குறையொன்றுமில்லை கோவிந்தா, குறையொன்றுமில்லை மறைமூர்த்தி கண்ணா, குறையொன்றுமில்லை கண்ணா, குறையொன்றுமில்லை கோவிந்தா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறை ஒன்றும் இல்லை மறைமூர்த்தி கண்ணா. வேண்டியதை தந்திட வெங்கடேசன் நின்றிருக்க, வேண்டியது வேறில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. திரையின் பின் நிற்கின்றாய் கண்ணா, கண்ணா, திரையின் பின் நிற்கின்றாய் கண்ணா. உன்னை மறையோதும் ஞானியர் மட்டுமே காண்பார். திரையின் பின் நிற்கின்றாய் கண்ணா, உன்னை மறையோதும் ஞானியர் மட்டுமே காண்பார். என்றாலும் குறை ஒன்றும் எனக்கில்லை கண்ணா, என்றாலும் குறை ஒன்றும் எனக்கில்லை கண்ணா. குன்றின் மேல் கல்லாகி நிற்கின்ற வரதா, குன்றின் மேல் கல்லாகி நிற்கின்ற வரதா, குன்றின் மேல் கல்லாகி நிற்கின்ற வரதா. குறை ஒன்றும் இல்லை மறைமூர்த்தி கண்ணா, குறை ஒன்றும் இல்லை மறைமூர்த்தி கண்ணா. மணி
ഇനി നമുക്ക് ഈ ഗാനത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. മലയാളത്തിൽ എനിക്കാകാവുന്ന വിധം മലയാളത്തിൽ ഇത് വിവർത്തനം ചെയ്തതാണ് ഞാൻ വായിക്കുന്നത്. തമിഴിൻ്റെ അസാമാന്യ ഭംഗിയൊന്നും ഞാനിത് മലയാളത്തിലാക്കി പറയുമ്പോൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ ഗദ്യത്തിലാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും ഈ മലയാള വിവർത്തനം കേട്ടിട്ട് ഈ ഗാനം വീണ്ടും നിങ്ങൾ കേൾക്കാനിടയാകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ സഹായകരമാകുമെന്ന പ്രത്യാശയിലാണ് ഞാൻ ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നിങ്ങളോട് പറയുന്നത്. കുറെയൊന്നുമില്ലേ മറൈമൂർത്തി കണ്ണ എന്നുള്ളതാണ്. എനിക്ക് ഒരു പരാതിയോ പരിഭവമോ ഇല്ല കൃഷ്ണ, വേദങ്ങളിലെ മൂർത്തിയായ കണ്ണ എന്നാണ്. മറൈമൂർത്തി കണ്ണ, വേദങ്ങളിലെ മൂർത്തിയായ കണ്ണ, എനിക്ക് യാതൊരു പരാതിയും പരിഭവവും ഇല്ല എന്നുള്ളതാണ് ആദ്യ വരികൾ. നഗ്നനേത്രങ്ങളാൽ കണ്ണാൽ നിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ണ, എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. എൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ വേണ്ട വിധം അങ്ങ് നോക്കി നടത്തുന്നുണ്ടല്ലോ. അതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? മറൈമൂർത്തിയായ കണ്ണ, ജ്ഞാനമൂർത്തിയായിട്ടുള്ള കണ്ണ, അതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് യാതൊരു പരിഭവമോ പരാതിയോ നിന്നോടില്ല എന്നാണ്. അടുത്ത വരികൾ, തിരശ്ശീലയ്ക്ക് പിന്നിലാണ് നീ നിൽക്കുന്നത് കണ്ണ, തിരശ്ശീലയ്ക്ക് പിന്നിലാണ് നീ നിൽക്കുന്നത്. തിരയിൻ പിൻ നിൽക്കൻറായി കണ്ണ എന്നാണ്. വേദജ്ഞാനികൾക്കു മാത്രമേ ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന നിന്നെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയൂ. ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല. എന്നാൽ എനിക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല. കുറെയൊന്നുമില്ലേ മറൈമൂർത്തി കണ്ണ എന്നാണ്. നീ ഈ മലമുകളിൽ ഒരു കല്ലായി നിൽക്കുകയല്ലേ? നീ ഈ മലമുകളിൽ ഒരു കല്ലായി നിൽക്കുകയല്ലേ? അതു മതി എനിക്ക്. ഈ കലിയുഗത്തിൽ ജീവിക്കുന്നവർക്ക് നീ കല്ലിലെ നിൽക്കൂ കേശവ. എന്നാലും എനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല. കുറെയൊന്നുമില്ലേ മറൈമൂർത്തി കണ്ണ എന്നാണ്. ഈ ഗാനത്തിൻ്റെ അതിമനോഹരമായ സംഗീത സംവിധാനം നിർവഹിച്ച കടയനെല്ലൂർ വെങ്കിട്ടരാമൻ വളരെ ലളിതമായി ജീവിച്ച് പിൻവാങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പോളിയോ വന്ന് അംഗശോഷണം സംഭവിച്ചയാളായിരുന്നു. ചെന്നൈയിലെ ഒരു ടെലിഫോൺ ബൂത്ത് നടത്തുകയായിരുന്നു ഈ മകൻ. ജീവിതാന്ത്യത്തിൽ ഈ മകനെ ശുശ്രൂഷിച്ച് ഈ മകൻ്റെ ടെലിഫോൺ ബൂത്തിൽ മകനെ സഹായിച്ചു നിന്ന കടയനെല്ലൂർ വെങ്കിട്ടരാമനാണ് ലോകമെമ്പാടുമുള്ള ഭക്തർ നിരന്തരം കേൾക്കുകയും ലോകമെമ്പാടുമുള്ള സംഗീത പ്രണയികൾ വീണ്ടും വീണ്ടും കേൾക്കുകയും ചെയ്യുന്ന ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് എന്നത് ആദരപൂർവ്വം ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റിൽ ഞാൻ വീണ്ടും ഓർക്കുകയാണ്. പൊതുവെ സ്ത്രീകളാണ് ഈ കുറെയൊന്നുമില്ലേ എന്ന ഗാനം പാടാറുള്ളത്. എന്തുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള പുരുഷ ഗായകർ ഈ ഗാനം അധികമായി പാടി കേൾക്കാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. അത് ആരോടെങ്കിലും ചോദിച്ച് എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പ്രശസ്തരായിട്ടുള്ള ഗായികമാരും, എം എസ് സുബ്ബലക്ഷ്മിക്ക് ശേഷം വന്ന എല്ലാ പ്രശസ്തരായിട്ടുള്ള ഗായികമാരും ഈ ഗാനം പലതവണ പാടിയിട്ടുണ്ട്. അരുണ സായിറാം പാടിയത് നമുക്ക് കിട്ടാനുണ്ട്, സുധാ രഘുനാഥൻ പാടിയിട്ടുണ്ട്, നിത്യശ്രീ പാടിയിട്ടുണ്ട്, സൗമ്യ പാടിയിട്ടുണ്ട്, ബോംബെ ജയശ്രീ പാടിയിട്ടുണ്ട്, നിരവധി ഗായകമാർ പാടിയിട്ടുണ്ട്. എന്നാൽ രണ്ട് ഗായകർ പാടിയത് ഞാൻ കേട്ടത്, ഒന്ന് പി ഉണ്ണികൃഷ്ണനും രണ്ട് ഹരിചരണുമാണ്. പി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇപ്പോൾ കേൾക്കാം. திரையில் பில் நிற்கின்றாய் கண்ணு, திரையின் பின் நிற்கின்றாய் கண்ணு, திரையில் பில் நிற்கின்றாய் கண்ணு, உன்னை மறையோரும் ஞானியர் மட்டுமே காண்பார். திரையில் பில் நிற்கின்றாய் கண்ணு, உன்னை யோரும் ஞானியர் மட்டுமே காண்பார். என்றாலும் குறையொன்றும் எனக்கில்லை கண்ணா, என்றாலும் குறையொன்றும் எனக்கில்லை கண்ணா, என்றாலும் குறையொன்றும் எனக்கில்லை கண்ணா, என்றாலும் குறையொன்றும் எனக்கில்லை கண்ணா, குன்றில் மேல் கல்லா
வரதா குன்றில் மேல் கல்லாகி நிற்கின்ற வரதா குறையொன்றும் இல்லை மறைமூர்த்தி கள்ள குறையொன்றும் இல்லை மறைமூர்த்தி கள்ள மணிவள்ள மலையப்ப கோவில்தா 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 கோவில்தா. നിരവധി നാഗസ്വരവാദകർ കുറേയൊന്നുമില്ലേ കച്ചേരികളിലും ഉത്സവ പറമ്പുകളിലുമെല്ലാം വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റെക്കോർഡിങ്സും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് അത് കേൾക്കണമെന്നുള്ളവർക്ക് യൂട്യൂബിൽ പോയാൽ കേൾക്കാവുന്നതാണ്. ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. ശിവരഞ്ജിനിയിൽ തുടങ്ങി കാപ്പി രാഗത്തിലൂടെ സിന്ധുഭൈരവിയിൽ അവസാനിക്കുന്ന കുറേയൊന്നുമില്ലേ മറൈമൂർത്തി കണ്ണ എന്ന മനോഹരമായ ഗാനം സി രാജഗോപാലാചാരി എഴുതി കടയനല്ലൂർ വെങ്കട്ടരാമൻ സംഗീതം നൽകിയ ഗാനം ബോംബെ ജയശ്രീ പാടിയത് പൂർണ്ണമായും നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഇതോടുകൂടി ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് സമാപിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് എൻ്റെ കൃതജ്ഞത. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ. குறையொன்றுமில்லை மறைமூர்த்தி கண்ணா, குறையொன்றுமில்லை கண்ணா, குறையொன்றுமில்லை கோவிந்தா, குறையொன்றுமில்லை மறைமூர்த்தி கண்ணா, குறையொன்றுமில்லை கண்ணா, குறையொன்றுமில்லை கோவிந்தா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறையொன்றும் இல்லை மறைமூர்த்தி கண்ணா. வேண்டியதை தந்திட வெங்கடேசன் என்றிருக்க, வேண்டியதில் வேறில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா, வேண்டியதை தந்திட வெங்கடேசன் என்றிருக்க, வேண்டியதில் வேறில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. திரையின் பின் நிற்கின்றாய் கண்ணா, திரையின் பின் நிற்கின்றாய் கண்ணா, கண்ணா திரையின் பின் நிற்கின்றாய் கண்ணா. உன்னை மறையோதும் ஞானியர் மட்டுமே காண்பார், திரையின் பின் நிற்கின்றாய் கண்ணா. உன்னை மறையோதும் ஞானியர் மட்டுமே காண்பார், என்றாலும் குறையொன்றும் எனக்கில்லை கண்ணா, என்றாலும் குறையொன்றும் எனக்கில்லை கண்ணா. குன்றின் மேல் கல்லாகி நிற்கின்ற வரதா, குன்றின் மேல் கல்லாகி நிற்கின்ற வரதா, குறையொன்றுமில்லை மறைமூர்த்தி கண்ணா, குறையொன்றுமில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. கலினாளுக்கு இறங்கி கலிலே இறங்கி நிலையாக கோயிலில் நிற்கின்றாய் கேசவா. கலினாளுக்கு இறங்கி கலிலே இறங்கி நிலையாக கோயிலில் நிற்கின்றாய் கேசவா. கலினாளுக்கு இறங்கி கலிலே இறங்கி நிலையாக கோயிலில் நிற்கின்றாய் கேசவா. குறையொன்றும் இல்லை
மறைமூர்த்தி கண்ணா யாதும் மறுக்காத மலையப்பா யாதும் மறுக்காத மலையப்பா உன் மார்பில் ஏதும் தர நிற்கும் கருணை கடலன்னை என்றும் இருந்திட எது குறை எனக்கு என்றும் இருந்திட எது குறை எனக்கு ஒன்றும் குறையில்லை மறைமூர்த்தி கண்ணா ஒன்றும் குறையில்லை மறைமூர்த்தி கண்ணா மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா கோவிந்தா